ഓം ശ്രീനാരായണ പരമഗുരവേ നമഃ. ശ്രീനാരായണ ഗുരുദേവ തൃപ്പാദങ്ങളാൽ വിരചിതമായ ശ്രീകൃഷ്ണ ദർശനം. വാരാണപ്പള്ളിയിൽ താമസിക്കുന്ന കാലത്ത് ശ്രീകൃഷ്ണനായിരുന്നു ഗുരുവിൻ്റെ ഇഷ്ടദേവത. അന്നൊരിക്കൽ ശ്രീകൃഷ്ണ ദർശനം ഉണ്ടായിട്ടുണ്ട്. ഗുരു തൻ്റെ 22-ാം വയസ്സിൽ 1877 കാലഘട്ടത്തിൽ ഉപരിപഠനത്തിനായി കുമ്മമ്പള്ളി രാമൻപിള്ള ആശാൻ്റെ ചേവന്നൂർ കളരിയിൽ താമസിക്കുന്ന ഒരു ദിവസം സായം സന്ധ്യാവേളയിൽ വാരണപ്പള്ളി വീടിൻ്റെ തെക്കുവശത്ത് നിന്നിരുന്ന ചെമ്പകമരച്ചോട്ടിൽ ധ്യാനലീലനായിരിക്കുന്ന വേളയിൽ എന്തിനെയോ പിടിക്കാൻ എഴുന്നേറ്റ് നടന്ന് പിന്നെ ഓടിത്തുടങ്ങി. ഒരു ആഞ്ഞലിമരത്തിൻ്റെ വേരിൽ തട്ടിമറിഞ്ഞ് ബോധരഹിതനായി. കണ്ടുനിന്ന സഹപാഠികൾ പൊക്കിയെടുത്ത് വാരണപ്പള്ളി വീടിൻ്റെ പൂമുഖത്ത് കിടത്തി. എന്തു പറ്റി എന്ന ചോദ്യത്തിന് ഒന്നുമില്ല എന്ന് മൊഴിഞ്ഞു. പിറ്റേന്ന് കളരിയിൽ വെച്ച് ഒരു കുട്ടി ആശാന് ആ സംഭവങ്ങൾ മൊഴിഞ്ഞു. എന്താണാ സംഭവം എന്ന് ആശാൻ്റെ ചോദ്യത്തിന് നൽകിയ മറുപടിയാണീ മുക്തകം. ഭൂയോ വൃത്തിനിവൃത്തയായി ഭുവനവും സത്തിൽ തിരോഭൂതമായി പീയൂഷധ്വനിലീനമായി ചുഴലവും ശോഭിച്ചു ദീപപ്രഭ. മായാമൂടുപടം തുറന്നു മണിരംഗത്തിൽ പ്രകാശിക്കും അക്കായാവിൻ മലർമേനി കൗസ്തുഭമണി ഗ്രീവന്റെ ദിവ്യോത്സവം. ഭൂയോ വൃത്തി വീണ്ടും മനോവൃത്തി ഉയരുന്ന സ്ഥിതി. നിവൃത്തയായി പിന്മടങ്ങി ഇല്ലാതായി. ഭുവനം ലോകം. സത്തിൽ ഉണ്മയിൽ. തിരോഭൂതമായി മറഞ്ഞു. സത്യം ഉണരുമ്പോൾ ലോകം വിലയിക്കുന്നു. പീയൂഷധ്വനിലീനമായി അമൃതതുല്യമായ ശബ്ദം വിലയിച്ചു. ദീപപ്രഭ വിളക്കിൻ്റെ പ്രകാശം. ചുഴലവും ചുറ്റും. ശോഭിച്ചു തിളങ്ങി. പൂർണ്ണമായ സാക്ഷാത്കാരം പ്രകാശരൂപത്തിൽ അനുഭവപ്പെടുന്നു. മായാമൂടുപടം മായയാകുന്ന മൂടുപടം തുറന്നു പൊക്കി മാറ്റി. മണിരംഗത്തിൽ രത്നമഞ്ചത്തിൽ. കായാവിൻ മലർമേനി കായാമ്പു പോലെ മനോഹരമായ ശ്രീകൃഷ്ണ വിഗ്രഹം. കൗസ്തുഭമണിഗ്രീവൻ കൗസ്തുഭം എന്ന രക്തം കഴുത്തിൽ അണിഞ്ഞ. ദിവ്യോത്സവം ദിവ്യമായ ഉത്സവം. രണ്ടാമതും ഉണ്ടാവുക എന്ന സ്ഥിതി മാറി. ലോകം സത്തിൽ തിരോധാനം ചെയ്തു. അമൃതനിർഭരമായ ശബ്ദം വിലയിച്ചു. ചുറ്റും വിളക്കിൻ്റെ പ്രഭ തിളങ്ങി. മായാമൂടുപടം മാറ്റി. മണിരംഗത്തിൽ പ്രകാശിക്കുന്ന കായാമ്പൂവർണ്ണമുള്ള മേനി, അതായത് കൗസ്തുഭരത്നം അണിഞ്ഞ കഴുത്തോടുകൂടിയ വിഷ്ണുവിൻ്റെ ശ്രീകൃഷ്ണൻ്റെ ദിവ്യോത്സവം അക്ഷിഗോചരമായി. സഗുണോപാസനയ്ക്ക് ചേർന്ന വിധമുള്ള സാക്ഷാത്കാരമാണിവിടെ വർണ്ണ്യം. ഓം ശാന്തി ശാന്തി ശാന്തി. ഓം തത് സത് ശ്രീ നാരായണ ഗുരു അർപ്പണമസ്തു. ഓം